വാട്സാപ്പിൽ ഒരു സുഹൃത്തിന് രഹസ്യമായിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കൊടുക്കണം. അയക്കുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ അത് ലഭിക്കുന്ന വ്യക്തിക്കും മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാകാൻ പാടുള്ളൂ. എങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കും? ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കീബോർഡാണ്. സാധാരണ കീബോർഡിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി കീബോർഡ്. ഇതിലൊരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മറ്റൊന്ന്, നമുക്ക് മലയാളം ടൈപ്പിംഗ്, വോയിസ് ടൈപ്പിംഗ് അടക്കമുള്ള ഒരുപാട് കീബോർഡുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ എല്ലാ മലയാളം വേർഡുകളും ആ കീബോർഡിലൊന്നും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ തെളിവ് സഹിതം നിങ്ങൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി മറ്റൊരു കാര്യം, ഒരുപാട് മെസ്സേജുകൾ അല്ലെങ്കിൽ ഒരുപാട് മലയാളം ടൈപ്പിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നില്ല. മലയാളി തന്നെ നിർമ്മിച്ച മലയാളത്തിലുള്ള ഒരു അടിപൊളി കീബോർഡ്. ഏതാണ് ആ കീബോർഡ്, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു കീബോർഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇവിടെ പരസ്യം കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മലയാളം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ അടക്കം ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി വോയിസ് ടൈപ്പിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെ മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് ടൈപ്പിംഗ് ചെയ്യാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്താണ് എഴുതേണ്ടത് ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് തരും. ഓക്കെ, ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ തന്നെ ഷെയറിൻ്റെ ഐക്കൺ താഴെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിലേക്കോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു കീബോർഡിൽ തന്നെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ സേവ് ചെയ്യാം. ഇനി ഗാലറിയിൽ ഒരു ഫയലായിട്ട് നിങ്ങൾക്കിത് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഞാനിപ്പോൾ ഗാലറിയിൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ സേവ് അസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏത് ഫോൾഡറാണ് വേണ്ടത്, ഞാനിപ്പോൾ യൂസ് ദിസ് ഫോൾഡർ എന്ന് കൊടുത്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും രണ്ടാമത്തെ ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ സേവ് എന്ന ഭാഗം കൊടുക്കുക. ഇപ്പോൾ പരസ്യങ്ങൾ വരികയാണെങ്കിൽ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഗാലറിയിൽ ഒരു ഫയലായിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ടാകും. ഗാലറി ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സംഭവം വന്നിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡോക്യുമെൻ്റ് റീഡറും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് വായിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരുപാട് എഴുതി സൂക്ഷിക്കുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ അധികം ഉപകാരപ്രദമായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മലയാളം ടൈപ്പിംഗ് ആപ്ലിക്കേഷനിലും നമുക്ക് എല്ലാ വാക്കുകളും മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സംഭവം ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ എഴുതുന്നത്, ഇപ്പം വോയിസ് ടൈപ്പിംഗ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. സഫ്വാൻ, കണ്ടോ, സഫ്വാൻ എന്ന് എഴുതുമ്പോൾ സഫ്വാൻ എന്നാണ് വന്നിട്ടുള്ളത്. സഫ്വാൻ എന്ന് വരുന്നില്ല. അത് എല്ലാ കീബോർഡിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ഒരു കീബോർഡിൽ ഇത് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ സഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാ എന്ന് കൊടുക്കുമ്പോൾ സഫ് വാ എന്നായി. സഫ് വാൻ എന്ന് എഴുതാൻ സാധിക്കുന്നില്ല. അതെല്ലാ കീബോർഡിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. പക്ഷേ ഈ ഒരു കീബോർഡിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഇൽ ഇൾ ഇർ എന്ന ഈ ഒരു ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ലോക്ക് ആയിട്ടുണ്ടാകും. പിന്നെ വാ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് തന്നെ സഫ് വാൻ എന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കണ്ടോ, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ എഴുതാൻ ഈ ഒരു കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു വേർഡും കൂടി ഞാൻ എഴുതി കാണിച്ചു തരാം. ഇവിടെ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് വസ്വാസ്. ഇപ്പം വസ്വാസ് എന്ന് പറഞ്ഞപ്പോൾ വസ്വാസ് എന്നാണ് വന്നിട്ടുള്ളത്. വസ്വാസ് എന്ന് വന്നിട്ടില്ല. ഒട്ടുമിക്ക കീബോർഡിലും ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാനിപ്പോൾ വസ് എന്ന ഭാഗം മാത്രം എഴുതിയിട്ട് ഇവിടെ വാ എന്ന് കൊടുക്കുമ്പോൾ വസ്വാ എന്നായി. അങ്ങനെ നമുക്ക് വരണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചാൽ ഈ ഒരു ഓപ്ഷൻ ഇൽ ഇൾ ഇർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ അത് ലോക്കായി. ഇനി നമുക്ക് വാ എന്ന് ഇവിടെ എഴുതാം. കൃത്യമായിട്ട് സ്പേസ് ഇടാതെ തന്നെ വസ് വാസ് എന്ന് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വസ്വാസാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കീബോർഡ് ഉപയോഗിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ,
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, രഹസ്യമായിട്ട് സുഹൃത്തുക്കൾക്ക് എങ്ങനെ മെസ്സേജുകൾ കൈമാറാം. ഇവിടെ എന്താണ് എഴുതേണ്ടത്, അത് എഴുതിയതിന് ശേഷം ടൂൾസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെലക്ട് ടെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ടാകും. ഇവിടെ ക്രിയേറ്റ് സീക്രട്ട് ടെക്സ്റ്റ് എൻകോഡ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഈ പാസ്വേഡ് ലഭിക്കുന്ന വ്യക്തിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 1 2 3 4 കൊടുത്തിട്ട് എൻകോഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എഴുതിയത് ഈ രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ടാകും. അതിനുശേഷം ഷെയർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ തന്നെ ഒരു ഐഡിയിലേക്ക് ഇത് ഷെയർ ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതാ എൻ്റെ ഐഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ ലഭിക്കുന്ന വ്യക്തിക്ക് ഈ രൂപത്തിലായിരിക്കും ലഭിക്കുക. മറ്റുള്ളവർ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. ലഭിച്ച വ്യക്തി ഇതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം അതേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് അതൊന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ടൂൾസ് എന്ന ഭാഗമുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ടെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടുത്തെ 2ാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, ഓപ്പൺ സീക്രട്ട് ടെക്സ്റ്റ് ഡിക്കോഡ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ്, നിങ്ങൾ കൊടുത്ത പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഡിക്കോഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എഴുതിയത് കംപ്ലീറ്റ് ഇവിടെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ രഹസ്യമായിട്ട് മെസ്സേജുകൾ കൈമാറാനും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ അധികം ഉപകാരപ്രദമാണ്. ഇതിന് പുറമെ ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.